ഹായ് ഗേസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം ഗേസ്. അപ്പോൾ കുറച്ച് നാളായി നമ്മുടെ ഈ ഒരു മെയിൻ ചാനൽ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് നമ്മുടെ ട്രിപ്പ് എന്തായി, അതുപോലെ തന്നെ നമ്മുടെ വണ്ടി ആക്സിഡന്റ് ആയിട്ട് അതിന്റെ അപ്ഡേഷൻസ് എന്തായി. ഇടയ്ക്ക് ഞാൻ പണിയാൻ കയറ്റി ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ വേറെ അപ്ഡേഷൻസ് ഒന്നും കാണിച്ചിട്ടില്ല. ഞാനിവിടെ വന്നിട്ട് തിരിച്ച് പോകുന്നില്ല എന്നൊക്കെ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ റിപ്ലൈ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ തരുന്നതായിരിക്കും. നമ്മുടെ കാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. പെയിന്റ് ഒക്കെ വ്യത്യാസം ഉണ്ട്, അതായത് ഇപ്പോൾ 2 കളറായിട്ടൊക്കെയാണ് അടിച്ചേക്കുന്നത്. എനിക്ക് വണ്ടി എടുത്ത സമയത്ത് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു, വേറെ ഒന്നുമല്ല. അതിന് ആക്സിഡന്റ് പറ്റിയ സമയത്താണ് ഞാൻ മനസ്സിലാക്കിയത്. അതായത് വണ്ടി ഞാൻ എടുത്ത് എൻ്റെ പേരിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ എൻ്റെ ഇൻഷുറൻസിലെ പേര് മാറ്റാൻ മറന്നുപോയതല്ലാതെ പേപ്പർ കയ്യിൽ കിട്ടിയിട്ട് മാറാന്നാണ് വിചാരിച്ചത്. എല്ലാവരും അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. ഈ ഒരു സമയത്ത് ഞാൻ തിരക്കിയപ്പോഴത്തേക്കും അപ്പോൾ നമ്മൾ വണ്ടിയുടെ പേപ്പർ മാറുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഇൻഷുറൻസിലെ പേര് പഴയ ഓണർ ആണെങ്കിൽ അത് നമ്മൾ മാറ്റണം. 50 രൂപ കേസേ ഉള്ളൂ. അപ്പോൾ അത് മാറാത്തതുകൊണ്ട് തന്നെ എനിക്ക് വണ്ടിക്ക് ഇൻഷുറൻസ് കിട്ടിയില്ല. എല്ലാ പൈസയും എൻ്റെ കയ്യിൽ നിന്നാണ് ഇറങ്ങിയത്. നമ്മൾ ട്രിപ്പ് പോകാനായിട്ട് വെച്ചിരുന്ന പകുതി പൈസയും നമ്മൾ ഈ വണ്ടി ഈ ഒരു കോലത്തിലെങ്കിലും ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് പറ്റിയത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും വണ്ടി സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വണ്ടിയുടെ ഇൻഷുറൻസ് മാറിയിട്ടില്ലെങ്കിൽ അത് മാറുക, അത് ശ്രദ്ധിക്കണം. വണ്ടിയുടെ പേപ്പർ മാറുന്നതിനോടൊപ്പം നിങ്ങൾ ഇൻഷുറൻസിൻ്റെ പേപ്പർ മാറുക. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ, നമുക്ക് ഫ്രണ്ട് ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുതിയൊരു ബമ്പർ കയറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാം അടിച്ച് നൂത്ത്, പിന്നെ ടോപ്പ് നമ്മുടെ ഈ ഒരു ഹെഡ് ലാമ്പ് പുതിയ അത് മാറിയിട്ടുണ്ട്. പിന്നെ ഈ സൈഡ് ഫുള്ള് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഡാഡി കൂൾ ചെയ്യുന്നത് പറഞ്ഞാൽ വാപ്പയാണ് ഈ വണ്ടിയുടെ കുറേ കിടന്ന് ഓടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോർ പെയറിൽ നിന്ന് എടുത്തതാണ്. അതുമാത്രമല്ല ഈ ഒരു പീസ് വേറൊരു വണ്ടിയിൽ നിന്ന് തന്നെ നമ്മൾ വെട്ടി വാപ്പ പോയി എടുത്തുകൊണ്ട് വന്നാണ് ഇതിൽ ഫിറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഗ്ലാസ് മാറേണ്ടി വന്നിട്ടുണ്ട്. വണ്ടിയുടെ ഫ്രണ്ട് സൈഡ് ഫുള്ള് നമ്മൾ മാറി. ഇങ്ങനെ വണ്ടി ഇറക്കുന്നില്ല, ചെറിയൊരു മാറ്റം വരുത്തി ഇറക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനായിട്ട് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് മിസ്റ്റർ ഗുബോട്ടിലോട്ടാണ്. കൊല്ലത്തുള്ള എൻ്റെ 1-2 ഫ്രണ്ട്സ് ഉണ്ട്. മിസ്റ്റർ സോഡ്ജ്, അതുപോലെ തന്നെ നമ്മുടെ ഹരി, അങ്ങനെ 1-2 ഫ്രണ്ട്സ് ഉണ്ട്. അവരെല്ലാവരും വണ്ടി ഇവിടെ നിന്നാണ് കയറ്റി ഇറക്കിയത്. കുറേ അന്വേഷിച്ച് 1-2 സ്ഥലത്തൊക്കെ പോയിട്ടാണ് അവസാനം ഞാൻ ഇവിടെ എത്തിയത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചേട്ടനുണ്ട്, അരുൺ എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ നമുക്ക് പുള്ളിയിലാണ് നമ്മളെ വണ്ടി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി വണ്ടി കുറച്ചാണ് നമ്മളെ കൈ കാണത്തില്ല, ഇവിടെ ആയിരിക്കും ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇറക്കുമ്പോൾ എന്തായാലും നമ്മൾ അടിപൊളിയായിട്ട് ഇറക്കാനുള്ള ഒരു പ്ലാനിലാണ് നിൽക്കുന്നത്. കേസ് അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ കൊടുത്തിട്ട് നമ്മൾ കൊല്ലം സ്റ്റാൻഡിലോട്ട് പോവുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കൊല്ലം സ്റ്റാൻഡിലോട്ട് പോകുന്നത്. നീ ആളിയാ? പോയിട്ടുണ്ടല്ലോ. ഇനി ഇവ ഇടയ്ക്കിടയ്ക്ക് വരും. കൊല്ലം, ആറ്റിങ്ങല്, കല്ലറ എന്നുള്ള സ്റ്റാൻഡുകളിലൊക്കെ ഒരു സമയത്ത് ഡെയിലി ഇവരെ കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അതാണ് സ്റ്റാൻഡിന് ഒരു പ്രത്യേകത ഉണ്ട്. കായലിൻ്റെ സൈഡിലാണ് അല്ലേ? ബോട്ട് സർവീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. ഈ സൈഡിലാണ് കായൽ കേസ്. അപ്പോൾ ഇതാണ് കേട്ടോ കായൽ, അത് സ്റ്റാൻഡ്, ഇത് കായൽ. കൊള്ളാല്ലേ ബാട്ട് ഗൈസ്. അങ്ങനെ വണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഷോപ്പിൽ കൊടുത്തിട്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയിട്ട് ഇന്ന് ഏകദേശം 7 ദിവസമായി ഗൈസ് ഞാൻ വണ്ടി കൊടുത്തിട്ട് വീട്ടിൽ വന്നിട്ട്. അതിൻ്റെ കൂടെ തന്നെ എടുക്കാൻ വെച്ചിരുന്ന ഒരു വീഡിയോയാണ് ഇത്. ഞാൻ തിരിച്ചു പോകുന്നുണ്ടോ, ഞാൻ നിന്ന സ്ഥലത്തേക്ക് തിരിച്ച് പോകുന്നുണ്ടോ എന്നൊക്കെ ഇതും കൂടെ ചേർത്തൊരു വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് 7 ദിവസമായി ഗൈസ്. അപ്പോൾ എനിക്ക് മെൻ്റലി അങ്ങോട്ട് എന്നും ചെയ്യണമെന്ന് വിചാരിക്കുമെങ്കിലും ഞാൻ അങ്ങോട്ട് ഓക്കെ അല്ലായിരുന്നു. അപ്പോൾ എന്തായാലും കേസ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് അത് പറയുവാണ്. തിരിച്ചു പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം, ഞാൻ ഇനി തിരിച്ച് പോകുന്നില്ല ഗീസ്. ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഒരു പ്രതീക്ഷ എനിക്കില്ലായിരുന്നു. ആ ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു യൂട്യൂബ്, അതുപോലെ തന്നെ ഈ ഗെയിമിങ് വീഡിയോസ് അതൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഒരു യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കാണുമായിരുന്നു. ഗീസ് 2019 മെയ് 2-ാം തീയതി, അതായത് മെയ് 1-നാണ് എൻ്റെ ബർത്ത്ഡേ. മെയ് 2-ാം തീയതിയാണ് എൻ്റെ ചാനലിൽ ഞാൻ ആദ്യമായിട്ടൊരു വീഡിയോ, ഒരു ഫുൾ വീഡിയോ പോലെ സാധനം ചെയ്യുന്നത്. ഇപ്പോൾ കറക്റ്റ് 5 വർഷം കഴിഞ്ഞ് കേസ്. ഈ ഒരു മെയ് എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ സമയത്ത് 5 വർഷം കഴിഞ്ഞ്. ആദ്യത്തെ വർഷം ഞാൻ പറഞ്ഞ തന്നെ വലിയ റീച്ചും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ 2ാമത്തെ വർഷമായപ്പോഴത്തേക്കും അത്യാവശ്യം റീച്ച് കയറി തുടങ്ങി. ഞാൻ ആഗ്രഹിച്ചൊരു ബൈക്ക്, തുണിയൊക്കെ ഇട്ടേക്കാണ് ആഗ്രഹിച്ചൊരു ബൈക്ക് എടുക്കാൻ പറ്റി. അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ടൊരു ഫോൺ എടുത്തു. അങ്ങനെയുള്ള അച്ചീവ്മെൻറ്റ്സൊക്കെ എൻ്റെ 2ാമത്തെ വർഷമാണ് ഞാൻ അച്ചീവ് ചെയ്യുന്നത്. പിന്നെ ഒരു കോൺഫിഡൻസ് ആയി കേസ് യൂട്യൂബ് വെച്ച്. അന്നേ ഉള്ള എൻ്റെ ഒരു സ്വപ്നം, എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം, എൻ്റെ +2 കഴിഞ്ഞപ്പോൾ തൊട്ട് ഇന്ന് വരെയും എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഗീസ് ഈ ഒരു വീട് എന്ന് പറയുന്നത്. അതൊന്ന് റെഡിയാക്കണമെന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഗീസ് നമ്മൾ പല വഴിയും അന്ന് ആ സമയത്ത് സ്പോർട്സ് എറണാകുളത്ത് പോകുന്നത്. ആദ്യം നമ്മൾ നിന്നിടത്തേക്കല്ല, വേറൊരു ടീമിൻ്റെ കീഴിലാണ് ആദ്യമായിട്ട് പോകുന്നത്. അങ്ങോട്ടേക്ക് പോകുന്നത് പോലും ഒരു പ്രതീക്ഷയിൽ, അല്ലെങ്കിൽ രക്ഷപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോകുന്നതൊക്കെ. അതിനുശേഷമാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുന്നത്. പക്ഷേ ഗീസ് ഇന്ന് 3 വർഷമായി. ഞാൻ അന്ന് നിന്നത് ഏത് ലെവലിലാണോ, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ആണ് ഞാൻ പറയുന്നത്, ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. ഒരുപാട് സന്തോഷം, മെമ്മറബിൾ ഡേയ്സ്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിലെ തന്നെ ഏറ്റവും അടിപൊളി ദിവസങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കണം, എല്ലാ സൈഡും നോക്കണമല്ലോ ഗീസ്. ഒരു സൈഡ് മാത്രം
നമ്മുടെ പ്രായത്തിന് ഇത് വെച്ചിട്ട് സന്തോഷത്തിന് പുറകെ മാത്രം പോയി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു സ്ഥലമുണ്ട്, അത് നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ആ സൈഡ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഹാപ്പിനെസ്, സന്തോഷം, ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ കുറേ നമുക്ക് നഷ്ടപ്പെടും. അപ്പം ആ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. ആ ഒരു സൈഡ് നോക്കിയപ്പോൾ എനിക്ക് വേറൊരു സൈഡ് വീക്കായി. അപ്പം അത് എന്നെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങിയത് ഞാൻ ഈ ഇടയ്ക്ക് വീട്ടിൽ വന്ന സമയത്താണ് അത് ഞാൻ മനസ്സിലാക്കുന്നത്. വേറെ ഒന്നുമല്ല ഗീസ്, ഈ ഇടിച്ചു പൊളിച്ചിട്ടേക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട് ലിസ്റ്റിൽ പേരുണ്ടായിരുന്നു. വീട് അവർ നോക്കിയിട്ടൊക്കെ പോയി. അങ്ങനെ നോക്കാൻ വന്ന സമയത്ത് മണ്ണാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇടിച്ചിട്ടത്. ഈ ഒരു സൈഡ് ഇടിച്ച് മണ്ണാണെന്ന് കാണിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അവിടെ പോയ സമയത്ത്, രണ്ടാമത് പോയ സമയത്ത് അവർ ലിസ്റ്റിൽ പേരില്ല. അപ്പോൾ തിരക്കിയ സമയത്ത് മോൻ യൂട്യൂബറാണ്, ലക്ഷങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു റീസണിലാണ് ആ ഒരു സാധനം പോയത്. അതുപോലെ തന്നെ BPL ലിസ്റ്റിൽ പേരുണ്ടായിരുന്നു, അത് പോയി. എല്ലാത്തിനും ഞാൻ കാരണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഈ ഒരു ഇത് കാരണമാണ് എൻ്റെ വീട്ടിലെ പല കാര്യങ്ങളും ഞാൻ കാരണം എൻ്റെ വീടിനെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങിയെന്ന് ഞാൻ ഇപ്പോഴാണ് കേസ് മനസ്സിലാക്കുന്നത്. അതുവരെ ഞാൻ മനസ്സിലാക്കില്ല. ഈ സൈഡ് ചിന്തിച്ചിട്ട് പോലുമില്ല. ഇവിടെ വന്ന് നിന്നാലും ഒരു ദിവസം 2 ദിവസം നിന്നിട്ട് ഞാൻ പോവും, വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കാറില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മുടെ പ്രായം അതാണല്ലോ. തിരിച്ചു പോകാത്തതിൻ്റെ കാരണം വേറെ വഴക്കോ കാര്യങ്ങളോ ഒന്നുമല്ല. ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. വണ്ടി ആക്സിഡൻ്റ് ആയ സമയത്താണ് ഞാൻ ആ ഒരു തീരുമാനം എടുക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇനി ഈ ഒരു സൈഡും കൂടെ നോക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ എല്ലായിടത്തും ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അത് അത്രയും കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ മുമ്പ് ചെയ്ത എഫേർട്ടിൻ്റെ ഒരു പകുതി എഫേർട്ടെങ്കിലും ഇട്ടിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എനിക്ക് പറ്റും, അതിനുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. ഇനി എൻ്റെ വീഡിയോയിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ആൾക്കാരും ഡിഫറൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളും എൻ്റെ നാടും എൻ്റെ വീടും എൻ്റെ വീട്ടുകാർ, നാട്ടുകാർ, കൂട്ടുകാർ അങ്ങനെയൊക്കെ ആയിരിക്കും ഇനി എൻ്റെ വീഡിയോയിൽ. അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റായി വരാൻ കുറച്ച് സമയം എടുക്കും. പഴയ ഒരു വൈബ് കിട്ടുന്നില്ല എന്നുള്ള കമൻസൊക്കെ ഞാൻ 1-2 എണ്ണം കണ്ട് അതൊക്കെ തിരിച്ചുകൊണ്ട് വരും കേസ്. അത്രയും ഇല്ലെങ്കിലും എൻ്റെ ഒരു ലെവലുണ്ട്. ആ ലെവലിൽ ഞാൻ മാക്സിമം എല്ലാം കൊണ്ടുവരാൻ, തിരിച്ചു പിടിക്കാൻ ശ്രമിക്കും. കേസ് എല്ലാത്തിനും ഒരു ഉയർച്ചയും താഴ്ചയും ഉണ്ട്. അപ്പോൾ ഇപ്പം എൻ്റെ ഡൗൺ സ്റ്റേജാണ്. അത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്താലും ഞാൻ മെൻ്റലി ആയിക്കോട്ടെ, ഞാൻ ഇവിടെ വന്നിട്ടാണെങ്കിൽ എനിക്ക് 1-2 ഇഷ്യൂസൊക്കെ ഉണ്ടായി. പേഴ്സണൽ ഇഷ്യൂസാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാനിപ്പോൾ ഫുള്ളി ഡൗൺ ആയിട്ടിരിക്കുവാണ്. പക്ഷേ തിരിച്ച് കയറി വരും കേസ്. അടിച്ച് കയറി വാ എന്ന് പറയുന്ന പോലെ തന്നെ ഞാൻ തിരിച്ച് കയറി വരും. കുറച്ച് സമയം എടുക്കുമെന്നേ ഉള്ളൂ. കേസ് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്, നമ്മളാരും വന്ന വഴി മറക്കരുത് കേസ്. ഞാൻ വന്ന വഴി ഇടയ്ക്ക് മറന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വന്ന വഴിയാണ് കേസ് ഞാൻ ഇവിടെ നിന്നാണ് വന്നത്. ഇവിടെ നിന്ന് വന്ന് ഒരു പകുതി വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം കുറേ കാര്യങ്ങൾ എനിക്ക് കിട്ടിയപ്പം ഞാൻ വന്ന വഴി സത്യം പറഞ്ഞാൽ മറന്നുപോയി. അങ്ങനെ മറന്നതുകൊണ്ട് പിന്നെ നമ്മൾ വന്ന വഴിയിൽ പകുതി വരെ പോയിട്ട് പിന്നെ നമ്മൾ വന്ന വഴിയിലോട്ട് നോക്കുമ്പോഴത്തേക്കും നമ്മൾ വേറെ കുറേ കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഉള്ള റിപ്ലൈ, അതായത് ഇനി പല കമൻറ്റ് ബോക്സിലും ഞാൻ കണ്ടിട്ടുണ്ട്, ഇനി തിരിച്ചു പോകുന്നില്ലേ, ഇനി തിരിച്ചു പോകുന്നില്ലേ എന്നുള്ള ചോദ്യം. എൻ്റെ കമൻറ്റ് ബോക്സിലല്ല, വേറെ പല ആൾക്കാരുടെ, അതിന് മുമ്പ് പോയ ആൾക്കാരുടെ കമൻറ്റ് ബോക്സിൽ അവർ റീസൺ കൊടുക്കാത്തതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അവർ ഇനി തിരിച്ചില്ല എന്ന് പറയാത്തതുകൊണ്ട് തന്നെ ആ ഒരു ചോദ്യം ഇപ്പോഴും തുടരുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ ഇനി തിരിച്ച് അങ്ങോട്ടേക്ക് ഇല്ല എന്നുള്ളൊരു ആൻസർ തരാമെന്ന് വിചാരിച്ചത്. അതെനിക്ക് എന്തായാലും നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി. കേസ് ഒരുപാട് ഓർമ്മകളും ഒരുപാട് കാര്യങ്ങളും കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റി. അതിൽ അവസാനം മനസ്സിലാക്കിയൊരു കാര്യം, എത്രയൊക്കെ ആരൊക്കെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും അവസാനം നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. അതാണ് സത്യം. എത്രയൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മുടെ കയ്യിൽ നിന്നൊരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ചെയ്തതെല്ലാം മാഞ്ഞിട്ട് ആ ഒരു സാധനം മാത്രം ഇങ്ങനെ പ്രകാശിച്ച് നിൽക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയും കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കുക. അപ്പം നിങ്ങൾക്ക് അത് ഒരു സൈഡ് ഇല്ലെങ്കിലും നമുക്ക് വേറൊരു സൈഡെങ്കിലും ഉണ്ടായിരിക്കും. ഒരുപാട് നല്ല കാര്യങ്ങൾ, ഒരുപാട് നല്ല മൊമെൻറ്റ്സ്, ഒരുപാട് നല്ല നാളുകളൊക്കെ എനിക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും എനിക്ക് മറക്കാനോ അല്ലെങ്കിൽ മാറ്റി പറയാനോ അല്ലെങ്കിൽ വന്ന വഴി മറന്നെന്ന് പറയാനോ ഒന്നിനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഉള്ള എല്ലാത്തിനും കാരണം എല്ലാ ക്രെഡിറ്റും ഞാൻ എല്ലാവർക്കും കൊടുക്കുവാണ്. ഒന്നും ഞാനായിട്ട് എടുക്കുന്നില്ല. അപ്പോൾ അതൊക്കെ അത്രയൊക്കെ ഉള്ളൂ. എന്തൊക്കെ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കുറേ ഇമോഷൻസ് പുറകെ കിടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പുറത്തോട്ട് വരുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു ചെറിയ വ്ളോഗ് അല്ലെങ്കിൽ ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. ഇനി ഇതിനെ പറ്റിയിട്ടൊരു വീഡിയോയോ എക്സ്പ്ലനേഷൻസോ ഒന്നും എൻ്റെ ചാനലിൽ ഞാൻ ഇടാൻ ആഗ്രഹിക്കുന്നില്ല. മാക്സിമം ചോദ്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യുക. ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കമൻറ്റ് ഇടുവാണെങ്കിൽ, എന്തെങ്കിലും നെഗറ്റീവ് കമൻറ്റൊക്കെ എവിടെയെങ്കിലും ഇടുവാണെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഇനി വരത്തില്ലെന്നോ പറഞ്ഞ് മാക്സിമം അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതൊക്കെ എനിക്കിപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ. ബാക്കിയെല്ലാം വഴിയെ വന്ന് കണ്ടറിയണം. അപ്പോൾ എന്തായാലും കേസ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. അപ്പം ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ എൻഡ് ചെയ്യണം. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടക്കാച്ച് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ ഗേസ്, ലവ് യു ഓൾ, ടാറ്റാ.